നമസ്കാരം. ഇന്ത്യൻ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകുന്നതാണ് ഗഗൻയാൻ ദൌത്യം. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഗഗൻയാൻ ദൌത്യത്തിൽ പങ്കാളികളായ 4 ബഹിരാകാശ സഞ്ചാരികളെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയത്. പ്രഖ്യാപനം കേരളക്കരയ്ക്ക് ഇരട്ടി മധുരം നൽകുന്നതായിരുന്നു. പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് 4 ഗഗനചാരികളിൽ ഒരാൾ. 4 നിയുക്ത ബഹിരാകാശ യാത്രികർ വെറും 4 പേരോ വ്യക്തികളോ അല്ല. 140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള 4 ശക്തികളാണെന്ന് പ്രധാനമന്ത്രി തന്റെ അഭിസംബോധനയിൽ പറഞ്ഞു. ഇന്ത്യയുടെ തദ്ദേശീയ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ 2018 പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. 2019 വ്യോമസേനയിൽ നിന്ന് പൈലറ്റുമാരെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ തുടങ്ങി. തിരഞ്ഞെടുക്കപ്പെട്ട 4 പേർ 2020 റഷ്യയിലെ ഗഗാരിൻ കോസ്മോനോട്ട് ട്രെയിനിംഗ് സെന്ററിൽ പരിശീലനത്തിന് പോയി. കടുത്ത പരിശീലനങ്ങൾ പിന്നിട്ടാണ് 4 സംഘം രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയുടെ ഭാഗമാകുന്നത്. അക്കാദമിക് കോഴ്സുകൾ, ശാരീരിക ക്ഷമത, എയറോമെഡിക്കൽ, സിമുലേറ്റർ, വെർച്വൽ റിയാലിറ്റി, ബഹിരാകാശ നടത്തം, ബഹിരാകാശ വാഹനത്തിനുള്ളിലെ യാത്ര, ഗഗനസഞ്ചാരത്തിന്റെ ദുർഘട സാഹചര്യങ്ങൾ, പ്രതികൂല കാലാവസ്ഥകളെ എങ്ങനെ നേരിടാം എന്നിവയിലാണ് സഞ്ചാരികൾക്ക് പരിശീലനം ലഭിച്ചത്. 4 വർഷത്തോളം ബഹിരാകാശ സഞ്ചാരികളുടെ വിവരങ്ങൾ രഹസ്യമായിരുന്നു. വാർത്ത പുറത്തുവന്നതോടെ നിയുക്ത ബഹിരാകാശ യാത്രക്കാരെക്കുറിച്ച് ആകാംക്ഷയോടെ പരതുകയാണ് പൊതുജനങ്ങൾ. മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റായിരുന്നു. പാലക്കാട് നെന്മാറ പഴയ ഗ്രാമം സ്വദേശിയാണ്. ചിറ്റലഞ്ചേരി വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും തിരുവഴിയാട് പൂളങ്ങാട് പ്രമീളയുടെയും 2ാമത്തെ മകനാണ് പ്രശാന്ത്. കുവൈറ്റിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്നു അച്ഛൻ ബാലകൃഷ്ണൻ നായർ. പ്രശാന്തിന്റെ ജനനവും 4ാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസവും കുവൈറ്റിലായിരുന്നു. കുവൈറ്റ് യുദ്ധസമയത്ത് കുടുംബം തിരികെ നാട്ടിലെത്തി. പിന്നീട് +2 വരെ പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിൽ പഠിച്ചു. പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പ്രവേശനം നേടി. ഇവിടെ പരിശീലനം പൂർത്തിയാക്കി 1999 ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി. US എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് 1ാം റാങ്കോടെ ബിരുദം നേടി. 1998 ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്ന് സ്വാർഡ് ഓഫ് ഓണർ സ്വന്തമാക്കിയിട്ടുണ്ട്. ദൌത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മറ്റൊരാളാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ. 1982 ഏപ്രിൽ 19 തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ജനിച്ച അദ്ദേഹം നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇതിനുശേഷമാണ് വ്യോമസേനയുടെ ഭാഗമായത്. എയർഫോഴ്സ് അക്കാദമിയിൽ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലും സ്ക്വാഡ് ഓഫ് ഓണറും നേടിയിട്ടുണ്ട്. ഏകദേശം 2900 മണിക്കൂർ പറക്കൽ പരിചയമുള്ള അദ്ദേഹം ഒരു ഫ്ലൈയിംഗ് ഇൻസ്ട്രക്ടറും ടെസ്റ്റ് പൈലറ്റുമാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് 1982 ജൂലൈ 17 ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് ജനിച്ചത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അങ്കദ് പ്രതാപ് 2004 ഡിസംബർ 18 വ്യോമസേനയുടെ ഫൈറ്റർ സ്ട്രീമിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു. ഏകദേശം 2000 മണിക്കൂർ പറക്കൽ പരിചയമുള്ള അദ്ദേഹം ഒരു ഫ്ലൈയിംഗ് ഇൻസ്ട്രക്ടറും ടെസ്റ്റ് പൈലറ്റുമാണ്. ഗഗൻയാൻ ദൌത്യത്തിലെ പ്രായം കുറഞ്ഞ അംഗമാണ് വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല. 1985 ഒക്ടോബർ 10 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ജനിച്ച അദ്ദേഹം നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനത്തിന് ശേഷം 2006 ജൂൺ 17 വ്യോമസേനയുടെ ഭാഗമായത്. 2000 മണിക്കൂർ വിമാനം പറത്തി അനുഭവ സമ്പത്തുള്ള ശുഭാംശു ഫൈറ്റർ കോമ്പാറ്റ് ലീഡറും ടെസ്റ്റ് പൈലറ്റുമാണ്. ഇവരിൽ 3 പേർക്കാണ് ഗഗൻയാൻ ദൌത്യത്തിന് അവസരം ലഭിക്കുക. അടിയന്തര സാഹചര്യത്തിൽ നിയോഗിക്കുന്നതിനാണ് 4മതൊരാളെ കൂടി സജ്ജമാക്കിയിരിക്കുന്നത്. ബഹിരാകാശ സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യക്കാർ ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. മറ്റു രാജ്യങ്ങളിലെ ബഹിരാകാശ ദൌത്യത്തിന്റെ ഭാഗമായിരുന്നു മുൻകാലങ്ങളിലെ യാത്രകളെങ്കിൽ ഇത്തവണ പോകുമ്പോൾ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റും ഇന്ത്യയുടെ കൌണ്ട്ഡൌണുമാണ് ഉണ്ടാവുക എന്നത് അഭിമാനകരമായ മാറ്റമാണ്. ഈ ബഹിരാകാശ സഞ്ചാരികളുടെ ചെറിയ കാൽവയ്പ് ഇന്ത്യൻ ജനതയുടെ ആഗ്രഹ സബലീകരണത്തിലേക്കുള്ള വലിയ കുതിച്ചുചാട്ടമായി മാറും. വാർത്തയുടെ നിറം തേടി തനി നിറം.